ഗൗതം മേനോന്റെ ആദ്യ മലയാള സിനിമയായിട്ടുള്ള മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ആദ്യ പകുതിയുടെ നല്ലൊരു ശതമാനവും ഈ ഒരു കഥാപാത്രം എത്രക്കാരനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പായി കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകളിൽ ഡൊമിനിക് ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് ഗൗതം മേനോൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പണത്തിന് വേണ്ടിയുള്ള ആർത്തിയും ഒറ്റപ്പെടലും ഈഗോയും ഹ്യൂമറിന്റെ സഹായത്തോടെ സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ തമാശ പരിപാടികൾ നിർത്തി പ്രധാന കേസിലേക്ക് കടക്കുമ്പോൾ ഹൂഡണിറ്റ് ത്രില്ലറുകളുടെ ഒരു വാർപ്പ് മാതൃകയിലേക്ക് പടം പോകുന്നുണ്ട്. അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്ന ട്വിസ്റ്റ് കൃത്യമായി നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അത് റിവീൽ ചെയ്തിട്ടുള്ള ഒരു രീതി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷോക്ക് വാല്യൂ തരുന്നില്ല. കേരള പോലീസിൽ ഉണ്ടായിരുന്ന CI ഡൊമിനിക് ആണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഇപ്പോൾ സർവീസിലില്ലാത്ത ഡൊമിനിക് സ്വന്തമായി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നുണ്ട്. വിവാഹം കഴിച്ചവരുടെ രഹസ്യബന്ധങ്ങൾ കണ്ടുപിടിക്കുക, കല്യാണത്തിന് മുന്നേയായി വരന്റെയും വധുവിന്റെയും ചരിത്രം ചികയുക മുതലായ കേസുകളാണ് പൊതുവെ ഡൊമിനിക്കിന് കിട്ടുന്നത്. ഒരു ഘട്ടത്തിൽ ഡൊമിനിക്കിന്റെ ലാൻഡ് ലോഡ് അവർക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കിട്ടിയ ഒരു ലേഡീസ് പേഴ്സ് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ ഡൊമിനിക്കിനോട് ആവശ്യപ്പെടുന്നു. അത് കണ്ടുപിടിച്ചു കൊടുത്താൽ മാസങ്ങളായി തരാത്ത വാടക തരണ്ട എന്ന കണ്ടീഷനിലാണ് ആ കേസ് ഏൽപ്പിക്കുന്നത്. ഈ ഒരു കേസ് ഡൊമിനിക്കിനെ എവിടേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയിൽ കാണുന്നത്. വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് ഒരു താരത്തെ സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് നമ്മളെ പടത്തിലേക്ക് തുടക്കത്തിൽ അട്രാക്ട് ചെയ്യുന്ന കാര്യം. ഹീറോയിസം പോലെ കാണിക്കുന്ന സീനുകൾക്ക് പോലും ഒരു ചെറിയ സ്പൂഫ് സ്വഭാവമുണ്ട്. നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച ഐക്കോണിക് ഡയലോഗ് മമ്മൂട്ടിയുള്ള സീനിൽ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ വാപ്പച്ചിയുടെ ലെഗസി ഗോകുൽ സുരേഷും ഉപയോഗിക്കുന്നുണ്ട്. സിനിമയുടെ ഒരു ഷെർലക് ഹോംസ് മൂഡ് സെറ്റ് ചെയ്യാൻ ഈ ഒരു ഹ്യൂമർ കൊണ്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ഒരു വലിയ കേസിൽ ഗൗതം മേനോനും ഇതിന്റെ എഴുത്തുകാരായിട്ടുള്ള സൂരജും നീരജും എങ്ങനെ പ്ലേസ് ചെയ്യും എന്നറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ കേസിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉയർത്താൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. ആ ഭാഗത്തെ ഡ്രാമ വളരെ ഫ്ലാറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ബ്ലോക്കാണ് ഈ സിനിമയ്ക്കുള്ളത്. ഈ സിനിമയിൽ ട്വിസ്റ്റ് ഒരുക്കിയിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കഥാപാത്രത്തിന്റെ മുകളിൽ നമ്മൾ എപ്പോഴും സംശയിക്കുന്ന രീതിയിലാണ് അവർ കഥ പറയുന്നത്. അത് അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് വരും എന്നൊരു പ്രതീക്ഷയിലാണ് ആ ഘട്ടത്തിൽ നമ്മൾ സിനിമ കാണുന്നത്. പക്ഷേ ഈ അടുത്തായി വന്നിട്ടുള്ള പല ത്രില്ലറുകളിലും ഈ സിനിമയിൽ വന്നതിന് സമാനമായ ചില തീമുകൾ വന്നിട്ടുള്ളത് കൊണ്ട് ഇതിലെ വില്ലൻ ആരാണെന്നും അയാളുടെ ചരിത്രം എന്താണെന്നും നമ്മളോട് പറയുമ്പോൾ അത്ര വലിയൊരു ഞെട്ടൽ ഉണ്ടാകുന്നില്ല. ആൻഡ് ഈ പറയുന്ന ട്വിസ്റ്റ് എത്രത്തോളം വിഷ്വലി കൺവിൻസിങ് ആണെന്നത് ഡിബേറ്റബിൾ ആണ്. ഒരു ഫൺ ഫിലിം എന്ന ഒരു മൂഡ് പിടിക്കാൻ വേണ്ടി വളരെ അജൈലായിട്ടുള്ള ഫ്രെയിമുകളും വാം കളർ ടോണുകളുമാണ് ഗൗതം മേനോൻ ഉപയോഗിച്ചിട്ടുള്ളത്. കഥ സ്വല്പം സീരിയസ് ആകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമറ ഒന്ന് സെറ്റിൽ ചെയ്യുന്നുള്ളൂ. സിനിമയിലെ 2 ആക്ഷൻ സീക്വൻസുകൾക്ക് ഒരു എനർജി ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്തു. റിലീസിന് മുന്നോടിയായി അവർ ഇറക്കിയ ഈ രാത്രി എന്ന പാട്ട് മോശമല്ലാത്ത രീതിയിൽ സിനിമയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 2 പാട്ടുകൾ കഥ പറച്ചിലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സിനിമയുടെ അവസാനത്തോടടുക്കുമ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ സീനിന് 2 തരം ശബ്ദം സിങ് സൗണ്ടിൽ വരുന്നത് പോലെ തോന്നി. ആ സീൻ റീഷൂട്ട് ചെയ്യപ്പെട്ടതാണോ എന്ന് അറിയില്ല. കരിയറിന്റെ ഈ ഘട്ടത്തിൽ എല്ലാത്തരം കഥാപാത്രങ്ങളും പരീക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സിനിമകൾ ചെയ്യുന്ന മമ്മൂട്ടി ഇവിടെയും ആ പതിവ് തെറ്റിക്കുന്നില്ല. സ്ഥിരം നായക സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ള സില്ലി ആയിട്ടുള്ള തെറ്റുകുറ്റങ്ങളുള്ള ക്യാരക്ടറാണ് ഡൊമിനിക്. സിങ് സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി വരുമ്പോൾ ആ കഥാപാത്രം കുറച്ചുകൂടി റിയൽ ആകുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഷെർലോക്ക് ഹോംസിന്റെ വാട്സണായി വരുന്ന ഗോകുൽ സുരേഷ് അത്ര ഡിമാൻഡിംഗ് അല്ലാത്ത ആ കഥാപാത്രത്തെ വൃത്തിയിൽ അവതരിപ്പിച്ചു. പിന്നെ പറയാനുള്ളത് അഭിനേതാക്കൾക്ക് കൊടുത്ത ഡയലോഗുകളെ കുറിച്ചാണ്. ഇത് സിങ് സൗണ്ടിൽ ചെയ്ത സിനിമയാണ്. സ്വാഭാവികമായും അഭിനേതാക്കൾ ഡബ് ചെയ്യാൻ സാധ്യതയില്ല. മലയാളം പറയാൻ ബുദ്ധിമുട്ടുള്ള വിജി വെങ്കിടേഷ്, സുഷ്മിത ഭട്ട് എന്നിവരെ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത തരം മലയാളം ഡയലോഗുകൾ പറയിപ്പിക്കുന്നതിന് പകരം അല്പം ഇംഗ്ലീഷും തമിഴും മിക്സ് ചെയ്ത് ഡയലോഗ് പറയിപ്പിച്ചാൽ പ്രേക്ഷകർക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കല്ലുകടി നല്ലപോലെ കുറയും. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് മലയാളം പറയാൻ അറിയുന്ന വിനീതനെ പോലെയുള്ള ഒരു നടൻ അവതരിപ്പിച്ച കഥാപാത്രം പാനിക് ആകുന്ന സിറ്റുവേഷനിൽ മൊത്തം ഇംഗ്ലീഷാണ് പറയുന്നത്. ചെറിയ കഥാപാത്രമായിരുന്നെങ്കിലും വീണ നായർ അവതരിപ്പിച്ച ക്യാരക്ടർ മെമ്മറബിൾ ആയിരുന്നു. വേണമെങ്കിൽ ഒരു സീക്വൽ ഇറക്കി ഇനിയും കൊണ്ടുവരാവുന്ന ഒരു കഥാപാത്രമാണ് ഡൊമിനിക് എന്ന് ഗൗതം മേനോൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആകെ മൊത്തത്തിൽ ദാരിദ്ര്യം പിടിച്ച സാധാരണക്കാരന്റെ കേസെല്ലാം ഏറ്റെടുക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉള്ള ഈ കഥാപാത്രത്തെ നോക്കുമ്പോൾ സീക്വൽ ഇറക്കുന്നത് തെറ്റില്ലാത്തൊരു ഐഡിയ തന്നെയാണ്. അങ്ങനെ ഒരു സീക്വൽ അഥവാ ഇറക്കുകയാണെങ്കിൽ ഡൊമിനിക്കിന്റെ പ്രായോഗികമായ ലിമിറ്റേഷനുകളും കുറവുകളും ആ കഥയിലെ ത്രില്ലർ ഭാഗത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അതൊരു നല്ല സിനിമയാകുമെന്ന് എനിക്ക് തോന്നി. ത്രില്ലർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്രയ്ക്ക് യുണീക്നെസ് അവകാശപ്പെടാനില്ലെങ്കിലും കേന്ദ്ര കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കാരണം കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒന്ന് കൺസിഡർ ചെയ്യുക. താങ്ക്